മറ്റൊരു ചോദ്യം കേട്ടു, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് തന്നെ അഡോ കമ്മിറ്റി ആയിട്ട് മാറാൻ അവസരം കിട്ടി. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അഡോ കമ്മിറ്റി ആവാൻ പറ്റിയില്ല? എനിക്ക് മനസ്സിലായിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി അഡോ കമ്മിറ്റി ആയി മാറിയതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ, ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നിരിക്കെ ഒരു കമ്മിറ്റി അവിടെ അനിവാര്യമാണ്. കാരണം ഒരു ജനറൽ ബോഡി കൂടിയാലേ മറ്റൊരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ ബോഡി നടത്താൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികം വേണം. അപ്പൊ അത്ര എക്സ്പെൻസ് നമുക്ക് ആ സമയത്ത് മുടക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഇതേ കമ്മിറ്റി തന്നെ അഡോ കമ്മിറ്റി ആവേണ്ട ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ ആ കമ്മിറ്റിക്കെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ ഒരു അലിഗേഷനും ഇല്ലായിരുന്നു. ഒരു സാമ്പത്തിക ക്രമക്കേടോ മറ്റ് അലിഗേഷൻസോ ഒന്നും ഇല്ലായിരുന്നു. അമ്മ സംഘടനയ്ക്ക് പുറത്തുള്ള അലിഗേഷന്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തു പോവേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയ്ക്ക് അകത്തുണ്ടായിരുന്ന ആ കമ്മിറ്റിക്കെതിരെ വേറെ അലിഗേഷൻസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അതേ കമ്മിറ്റി അഡോ കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡോ കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡോ കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക?